എല്ലാവർക്കും നമസ്കാരം. 250 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 1776 ഒരു വേനൽക്കാലം, ഫിലാഡൽഫിയയിലെ ഇൻഡിപെൻഡൻസ് ഹാൾ എന്ന ചെറിയ കെട്ടിടത്തിൽ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ക്രൂരതകൾക്ക് എതിരെ ഒരു ജനത ഒന്നിക്കുകയായിരുന്നു. അന്നത്തെ ബ്രിട്ടീഷ് രാജാവായിരുന്ന ജോർജ് മൂന്നാമൻ അന്യായമായ നികുതികളിലൂടെയും അടിച്ചമർത്തലുകളിലൂടെയും കോളനികളിലെ ജനങ്ങളെ വരിഞ്ഞു മുറുക്കുകയായിരുന്നു. ആ വലിയ ഹാളിൽ കട്ടിക്കോട്ടുകളും വിഗുകളും ധരിച്ചിരുന്ന പ്രതിനിധികൾ വീർത്തു കുളിച്ചിരുന്നു. എങ്കിലും അവരുടെ ഉള്ളിലെ സ്വാതന്ത്ര്യദാഹം പുറത്തെ ചൂടിനേക്കാൾ വലുതായിരുന്നു. തോമസ് ജെഫേഴ്സൺ, ജോൺ ആഡംസ് തുടങ്ങിയ നേതാക്കൾ ചേർന്ന് ഒരു പുതിയ സ്വപ്നത്തിന് രൂപം നൽകി. എല്ലാ മനുഷ്യരും തുല്യരാണെന്നും ജീവിക്കാനും സ്വാതന്ത്ര്യത്തിനും സന്തോഷത്തിനുള്ള അവകാശം അവർക്കുമുണ്ടെന്നും അവർ പ്രഖ്യാപിച്ചു. ഭയവും പ്രതീക്ഷയും ഇടകലർന്ന് ആ നിമിഷത്തിൽ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ അവർ 1776 ജൂലൈ 4 സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചു. അതോടെ അമേരിക്ക എന്ന സ്വതന്ത്ര രാജ്യം പിറവിയെടുത്തു. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ കാണാൻ ഞങ്ങളും ഒരു ജൂലൈ 4 ഇവിടെ വന്നു. ഒത്തിരി ശരിക്കും എൻജോയ് ചെയ്തു. ആഘോഷങ്ങളുടെ ഭാഗമായി രാവിലെ തന്നെ നഗരങ്ങളിൽ വലിയ പരേഡുകൾ നടക്കും. കുട്ടികളും മുതിർന്നവരും അമേരിക്കൻ പതാകയായ സ്റ്റാൻഡ് ആൻഡ് സ്ട്രൈപ്പ് കയ്യിലേന്തി തെരുവിലേക്ക് ഇറങ്ങുന്നു. സന്ധ്യയാകുന്നതോടെ നഗരങ്ങൾ കൂടുതൽ പ്രകാശമാനമാകും. പ്രശസ്തമായ ലോസ് ആഞ്ചലസ് മുതൽ ടൈംസ് സ്ക്വയർ വരെയുള്ള പ്രധാന കേന്ദ്രങ്ങളിൽ നടക്കുന്ന ആഘോഷങ്ങളിൽ ആളുകൾ പങ്കെടുക്കുന്നു. തുടർന്ന് ആകാശത്ത് വിസ്മയം തീർക്കുന്ന വർണ്ണാഭമായ കരിമരുന്ന് പ്രയോഗങ്ങൾ ആരംഭിക്കുന്നു. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ പൂർവികരുടെ ത്യാഗങ്ങളെ ഓർമ്മിക്കുന്നതിനൊപ്പം സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സന്ദേശം കൂടിയാണ് ഈ കരിമരുന്ന് പ്രയോഗങ്ങൾ ഓരോ അമേരിക്കക്കാരനും നൽകുന്നത്. രാജ്യത്തിൻ്റെ മോചനത്തിനായി ജീവൻ നൽകിയ ധീരദേശാഭിമാനികളുടെ ഓർമ്മപ്പെടുത്തലാണ് പിന്നീട് ഓരോ അമേരിക്കക്കാരനും ജൂലൈ 4. രാത്രി വളരെ വൈകുവോളം ഞങ്ങൾ ചുറ്റി നടന്ന് ആഘോഷങ്ങളിൽ പങ്കെടുത്തു. പിറ്റേന്ന് രാവിലെ തന്നെ ഞങ്ങൾ 4 പേരും അമേരിക്കൻ ഐക്യനാടുകളുടെ തലസ്ഥാനമായ വാഷിങ്ടൺ DC-യിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള രാഷ്ട്രീയ കേന്ദ്രമായ വൈറ്റ് ഹൗസിന് സമീപമെത്തി. അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ഔദ്യോഗിക വസതിയായ വൈറ്റ് ഹൗസ് വാഷിങ്ടണിലെ 1600 പെൻസിൽവാനിയ അവന്യൂവിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തെ മാറ്റിമറിച്ച പല സുപ്രധാന തീരുമാനങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഈ കൊട്ടാരം ഒരു കെട്ടിടം എന്നതിലുപരി അമേരിക്കൻ ജനാധിപത്യത്തിൻ്റെ പ്രതീകമാണ്. ഉൾവശത്തെ ഓരോ മുറിക്കും അതിൻ്റേതായ ചരിത്രമുണ്ട്. 6 നിലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ കൊട്ടാരം ഏകദേശം 18 ഏക്കർ വിസ്തൃതിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു ചെറിയ കഥ പോലെ ഇതിനെ മനസ്സിലാക്കാം. ഒരിക്കൽ ഒരു കൊച്ചുകുട്ടി തൻ്റെ അച്ഛനോടൊപ്പം വൈറ്റ് ഹൗസ് കാണാൻ പോയി. ഇത്രയും വലിയ രാജ്യത്തിൻ്റെ ഭരണാധികാരി താമസിക്കുന്ന സ്ഥലമായതുകൊണ്ട് ഒരു വലിയ കോട്ടയായിരിക്കും കുട്ടി മനസ്സിൽ കണ്ടത്. എന്നാൽ നേരിൽ കണ്ടപ്പോൾ കുട്ടിക്ക് അത്ഭുതം തോന്നി. എന്നാൽ അച്ഛൻ കുട്ടിയോട് പറഞ്ഞു, പുറമേ കാണുന്ന ഒരു ചെറിയ വലിപ്പമല്ല ഇതിൻ്റെ പ്രത്യേകത. ഈ വീട്ടിൽ ധാരാളം മുറികളും രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കായി 4 നിലവറകളും അതിശക്തമായ സുരക്ഷാ സംവിധാനങ്ങളും ഇതിലുണ്ട്. ചരിത്രവും അധികാരവും ഇടകലർന്ന ഈ കൊട്ടാരം കേവലം ഒരു വീടല്ല, മറിച്ച് അമേരിക്കയുടെ ഹൃദയമിടിപ്പാണ്. വൈറ്റ് ഹൗസ് കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ പോയത്
ഐസൻഹോവർ എക്സിക്യൂട്ടീവ് ഓഫീസ് ബിൽഡിങ്ങിലേക്കാണ്. 1888 പൂർത്തിയായ ഈ മനോഹരമായ സൗധം വൈസ് പ്രസിഡന്റിൻ്റെ ഓഫീസ് ഉൾപ്പെടെ അമേരിക്കൻ ഭരണാധികാരികളുടെ പ്രധാനപ്പെട്ട ഭരണകാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന സുപ്രധാന കേന്ദ്രമാണ്. പിന്നെ ഞങ്ങൾ കയറിയത് ട്രഷറി കെട്ടിടത്തിലാണ്. ഇതിൻ്റെ താഴവറകളിൽ കാലങ്ങളായി സൂക്ഷിച്ചിരിക്കുന്ന സ്വർണ്ണക്കട്ടികളും ബില്യൺ കണക്കിന് ഡോളറുകളും രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയുടെ പ്രതീകങ്ങളാണ്. അമേരിക്കയുടെ പുതിയ സാമ്പത്തിക നയങ്ങളും വിദേശ നയങ്ങളുമെല്ലാം ചർച്ച ചെയ്യുന്നതും രൂപപ്പെടുന്നതും ഈ ട്രഷറി മന്ദിരത്തിലാണ്. ഈ കെട്ടിടം അമേരിക്കൻ സ്വപ്നങ്ങളുടെയും സ്വാതന്ത്ര്യത്തിൻ്റെയും സാമ്പത്തിക കാവൽക്കാരൻ കൂടിയാണ്. അമേരിക്കയുടെ പ്രഥമ പ്രസിഡന്റും രാഷ്ട്രപിതാവുമായ ജോർജ് വാഷിങ്ടൻ്റെ പേരിൽ വാഷിങ്ടൺ DC-യിൽ നിർമ്മിച്ചിട്ടുള്ള പ്രശസ്തമായ സ്മാരകമാണ് വാഷിങ്ടൺ സ്മാരകം. 555 അടി ഉയരമുള്ള ഈ സ്മാരകം ഒബെലിസ്ക് മാതൃകയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അമേരിക്കൻ ഐക്യനാടുകളുടെ ശക്തിയെയും ഐക്യത്തെയും ഇത് പ്രതിനിധീകരിക്കുന്നു. ഈ സ്മാരകത്തിൻ്റെ ചരിത്രം വളരെ കൗതുകകരമാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമര സേനാനിയും ആദ്യത്തെ പ്രസിഡന്റുമായ ജോർജ് വാഷിങ്ടൻ്റെ മഹത്വം ലോകത്തെ അറിയിക്കാനായി 1848 ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചു. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധിയും ആഭ്യന്തര യുദ്ധവും കാരണം നിർമ്മാണം പലതവണ തടസ്സപ്പെട്ടു. ഒടുവിൽ നീണ്ട 30 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം 1885 പണി പൂർത്തിയായി. ഇതിൻ്റെ അടിത്തറയെ ചുറ്റി 50 അമേരിക്കൻ സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന 50 പതാകകൾ പാറിക്കളിക്കുന്നുണ്ട്. പിന്നീട് കുറച്ച് വിശ്രമത്തിനായി പുൽത്തകടിയിൽ ഞങ്ങൾ ഇരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ പോയത് അമേരിക്കൻ ജനാധിപത്യത്തിൻ്റെ പ്രതീകമായ US ക്യാപിറ്റലിലാണ്. 1793 നിർമ്മാണം ആരംഭിച്ച ഈ മനോഹരമായ സൗധം അമേരിക്കൻ കോൺഗ്രസിൻ്റെ സിരാ കേന്ദ്രമാണ്. പിന്നീട് ഞങ്ങൾ പോയത് ഒരു വാട്ടർ തീം പാർക്കിലേക്കാണ്. മേഘങ്ങൾ തൊടുന്ന മലമുകളിലൂടെയുള്ള ആകാശയാത്രയായിരുന്നു ആൽവിനും അസിനും. ഞങ്ങളെല്ലാവരും ആദ്യമായാണ് കേബിൾ കാറിൽ കയറുന്നത്. യാത്ര പകുതിയായപ്പോൾ പെട്ടെന്ന് ഒരു ശബ്ദത്തോടുകൂടി കേബിൾ കാർ ആകാശത്ത് നിശ്ചലമായി. ഭയം ഞങ്ങളെ കീഴ്പ്പെടുത്തിയെങ്കിലും താഴെ പരന്നുകിടക്കുന്ന പച്ചപ്പ് നിറഞ്ഞ താഴ്വരയും തണുത്ത കാറ്റും ഞങ്ങൾക്ക് പുതിയൊരു അനുഭവം സമ്മാനിച്ചു. വലിയൊരു അഡ്വഞ്ചർ യാത്ര പോലെയുള്ള അനുഭവമായിരുന്നു ഞങ്ങൾക്കെല്ലാവർക്കും. തുടർന്ന് പാർക്കിലെ ഏറ്റവും വലിയ വാട്ടർ സ്ലൈഡായ ഫോൾഡ് കയറാൻ ഞങ്ങൾ തീരുമാനിച്ചു. വെള്ളത്തിൻ്റെ കണികകൾ വായുവിൽ തങ്ങി നിന്ന് മഴത്തുള്ളികൾ പോലെ ചിതറി. ആ ഭയവും സന്തോഷവും നിറഞ്ഞ നിമിഷങ്ങൾ ഞങ്ങളുടെ ഹൃദയമിടിപ്പ് കൂട്ടി. ഒടുവിൽ ചിരിയും സന്തോഷവും ബഹളവും എല്ലാമായി തിരികെ യാത്രയായി. ഇനിയും തിരികെ വരുന്നവരെ എല്ലാവർക്കും നന്ദി.